അപ്പൊ നമ്മൾ ലജ്ജിച്ചു പോകാതിരിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന തിരുവചനം, അതാണ് ചട്ടം, അതാണ് നിയമം. ഈ ചട്ടങ്ങളിലും പ്രമാണങ്ങളിലും നമ്മുടെ ഹൃദയം എങ്ങനെ ഇരിക്കണം? നിഷ്കളങ്കമായിരിക്കണം. സങ്കീർത്തനങ്ങളിൽ പറയുന്നു, ഞാൻ എൻ്റെ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോടുകൂടെ പെരുമാറും. നമ്മൾ ലജ്ജിച്ചു പോകാതിരിക്കണമെങ്കിൽ നിഷ്കളങ്കരായിരിക്കണം, നിർമ്മലരായിരിക്കണം. ദൈവത്തിന്റെ ചട്ടങ്ങൾ, ദൈവത്തിന്റെ വചനങ്ങളുടെ മുൻപാകെ അത് എത്ര പാടുള്ള വിഷയമാണെങ്കിലും അത് നിഷ്കളങ്ക ഹൃദയത്തോടുകൂടെ ആ ചട്ടങ്ങളെ പ്രമാണിക്കുവാൻ തക്കവണ്ണം ഒരു ഹൃദയം, ഒരു മനസ്സ് നമുക്കുണ്ടാകണം. നമുക്കറിയാം, ദാനിയേലും സഹോദരന്മാരും അവർ യഹൂദ പാലകന്മാരായിരുന്നു. നെബൂഖദ്നേസർ രാജാവ് അവരടിമകളായി ബന്ധിച്ച് ബാബേൽ രാജ്യത്തിലേക്ക് കൊണ്ടുപോയി. അപ്പൊ രാജസദസ്സിൽ ജോലി ചെയ്യുവാൻ യുവകോമളന്മാരായ ചില പാലകന്മാർ ആവശ്യമുണ്ട്. അപ്പൊ കുറെ പേരെ തെരഞ്ഞെടുത്തു. അതിൽ ദാനിയേലും സഹോദരന്മാരും പെട്ടു. അപ്പൊ വെറുതെ ഒന്നും രാജകൊട്ടാരത്തിൽ അങ്ങനെ ജോലിക്കെടുക്കില്ല. രാജകൊട്ടാരത്തിൽ ജോലി ചെയ്യുന്നവര് ആരോഗ്യമുള്ളവരും ജ്ഞാനമുള്ളവരും നല്ല സൗന്ദര്യമുള്ളവരുമായിരിക്കണം. അപ്പോൾ ഈ ബാലകന്മാരൊക്കെയും ട്രെയിനിങ് ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ച ഷണ്ണാധിപൻ എല്ലാവരും വിളിച്ച കൂട്ടത്തിൽ ദാനിയേലിനെയും സഹോദരന്മാരെയും വിളിച്ചു. എന്നിട്ട് നിങ്ങൾ രാജഭക്ഷണം കുറച്ച് ദിവസം കഴിച്ചേ പറ്റൂ. ഈ രാജാവ് എന്ന് പറയുന്നത് ജാതീയ രാജാവാണ്, വിഗ്രഹങ്ങളെ സേവിക്കുന്ന ജാതീയ രാജാവ്. അയാളുടെ ഭക്ഷണത്തിൽ ജാതീയ ദേവന്മാരുടെ ഭക്ഷണങ്ങൾ ഉള്ള ഒരു ഭക്ഷണ രീതിയാണ്. അത് യഹൂദന്മാർക്ക് നിഷിദ്ധമാണ്. യഹൂദജനം യഹോവയായ ദൈവത്തെ ആരാധിക്കുന്ന, പ്രമാണിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ്. അവർക്കൊരു പ്രത്യേക ഭക്ഷണക്രമം ദൈവം കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നും വ്യത്യസ്തമായി അടിമകളായി ബന്ധിക്കപ്പെട്ടവരായി വന്ന ഈ 4 പാലകന്മാർ, യഹൂദ പാലകന്മാര് ഇപ്പോൾ എന്ത് കഴിക്കണം? രാജാവിൻ്റെ രാജഭോജനം കഴിക്കണം. അത് യഹൂദന്മാരുടെ പ്രമാണവും തമ്മിൽ എൻറ്റയർലി ഡിഫറൻസ് ആണ്. പ്രിയപ്പെട്ടവരെ, ഒരു വല്ലാത്തൊരു പ്രതിസന്ധിയാണ്. വേണമെങ്കിൽ ഇവർ ആ ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ആരെങ്കിലും അറിയാൻ പോകുന്നുണ്ടോ? ഒരാളും അറിയില്ല. ഇന്ന് ഇങ്ങനെയുള്ള ചിന്താഗതി പലർക്കും ഉണ്ട്. വിശ്വാസികളാണെന്നൊക്കെ നമ്മളെ പറയും, അവകാശപ്പെടും. ദൈവദാസനാണെന്നൊക്കെ പറയും, അവകാശപ്പെടും. മൈക്കിന് മുമ്പിൽ വരുമ്പോൾ ഭയങ്കര അവകാശവാദികളൊക്കെ പറയും. പക്ഷേ ജീവിതത്തിന് ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ കണ്ണടക്കും. ദൈവം ക്ഷമിച്ചോളൂല്ലേ? കർത്താവിന്റെ രക്തത്താൽ കഴുകിക്കൊള്ളൂല്ലേ? അതുകൊണ്ട് ഈ പാപം അങ്ങ് ചെയ്തേക്കാം, ഈ തെറ്റങ്ങ് ചെയ്തേക്കാം, ഈ പ്രമാണം അങ്ങ് മറന്നു കളഞ്ഞേക്കാം. എന്നിട്ട് വീണ്ടും ഒരു രംഗത്ത് വരും. ഇങ്ങനെ ദാനിയേലിനും സഹോദരന്മാർക്ക് ചെയ്യാമായിരുന്നു. അവർക്ക് ആ ഭോജന ഭക്ഷണം കഴിക്കുന്നതിന് ആരെങ്കിലും കാണോ? അവർക്ക് പറയാനൊരു എക്സ്ക്യൂസ് ഉണ്ട്. ഞങ്ങൾ ബന്ധിക്കപ്പെട്ടവരായി മറ്റൊരു രാജ്യത്തിൽ അടിമകളായി കിടക്കുകയാണ്, ഇവിടെ അവരനുസരിച്ചില്ല, അവർ കൊന്നുകളയും. പറയാൻ ഒരു എക്സ്ക്യൂസ് ഇല്ലേ? പക്ഷെ ദാനിയേലും സഹോദരന്മാരും ആ ഷണ്ണാധിപനോട് വളരെ വിനയത്തോടും താഴ്മയോടും അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ ഭക്ഷണം കഴിക്കാൻ പാടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് 10 ദിവസം പച്ചവെള്ളവും ശാഖപദാർത്ഥവും തന്ന് ഞങ്ങളൊന്ന് പരീക്ഷിക്കാൻ പറഞ്ഞു. ശാഖപദാർത്ഥം എന്ന് പറഞ്ഞാൽ ദൈവശാസ്ത്രജ്ഞന്മാർ പറയുന്നത് പരിപ്പാണെന്നാണ്. പരിപ്പും പച്ചവെള്ളവും. അയാൾ അത് കേട്ടു. ഇവരോടൊരു മനസ്സലിവ് തോന്നി. 10 ദിവസം, അത് കഴിഞ്ഞാൽ സമ്മതിക്കില്ല കേട്ടോ. പ്രിയപ്പെട്ടവരെ, ഒരു വലിയ പരീക്ഷണത്തിലൂടെ, ഒരു ടെസ്റ്റിങ്ങിലൂടെ അവർ കടന്നു പോവുകയാണ്. എന്തും സംഭവിക്കാം. പ്രമാണം എന്താ പറയുന്നത്? നമ്മൾ എന്താ വായിച്ചത്? ഞാൻ ലജ്ജിച്ചു പോകാതിരിക്കേണ്ടതിന് എൻ്റെ ഹൃദയം നിന്റെ ചട്ടങ്ങളിൽ നിഷ്കളങ്കമായിരിക്കട്ടെ. ദൈവത്തിന്റെ ചട്ടങ്ങളിൽ ഈ ബാലകന്മാര് നിഷ്കളങ്ക ഹൃദയത്തോടുകൂടെ ആ ചട്ടങ്ങളിൽ അവർ സമർപ്പിച്ചു. 10 ദിവസം അവർ പരീക്ഷിക്കപ്പെട്ടു.
പച്ചവെള്ളവും ശാകപദാർത്ഥവും കഴിച്ചു. മറ്റുള്ളവരെല്ലാം രാജകീയ ഭക്ഷണവും കഴിച്ചു. 10 ദിവസം കഴിഞ്ഞ് എല്ലാവരും ഷണ്ഡാധിപന്റെ മുമ്പിൽ നിന്നു. അയാൾ നോക്കിയപ്പോൾ അയാൾ ഞെട്ടിപ്പോയി. കാരണം രാജാവിന്റെ രാജഭോജന ഭക്ഷണം കഴിച്ചവരെക്കാളും അഴകുള്ളവരും സൗന്ദര്യമുള്ളവരുമായിട്ട് ദാനിയേലിനെയും സഹോദരന്മാരെയും കണ്ടു. എങ്ങനെ കണ്ടു? എങ്ങനെ ഇത് സംഭവിച്ചു? ആ പച്ചവെള്ളത്തിന്റെയും ശാകപദാർത്ഥത്തിന്റെയും ശക്തിയല്ല, വിറ്റാമിൻ അല്ല. അവർ കർത്താവിന്റെ പ്രമാണങ്ങളിൽ അവരുടെ ജീവിതവും അവരുടെ ഹൃദയങ്ങളും അവർ പരിപൂർണമായും ആ ചട്ടങ്ങളിൽ ദൈവത്തിന്റെ മുൻപാകെ ലജ്ജിച്ചു പോകാതിരിക്കാൻ വേണ്ടി നിഷ്കളങ്ക ഹൃദയത്തോടെ അവർ സമർപ്പിച്ചു കൊടുത്തപ്പോൾ ദൈവം അവർക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ വചനം ഏറ്റെടുത്തുകൊണ്ട് ഒരിക്കലും ലജ്ജിച്ചു പോകാതിരിക്കുവാൻ, ദൈവത്തിന്റെ ചട്ടങ്ങളെ മുറുകെ പിടിക്കുവാൻ തയ്യാറാകുമെങ്കിൽ നമ്മുടെയും ജീവിതത്തിൽ സ്വർഗത്തിലെ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്ന് ഇന്ന് പകൽക്കാലം എനിക്ക് ധൈര്യത്തോടെ പറയുവാൻ സാധിക്കും. അപ്പൊ നമ്മൾ ലജ്ജിച്ചു പോകാതിരിക്കാൻ എന്ത് ചെയ്യണം? ഈ പ്രമാണത്തിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ നമ്മളങ്ങ് ഏൽപ്പിച്ചു കൊടുത്താൽ മതി. ഇതങ്ങ് അനുസരിച്ചാൽ മതി. ബാക്കി ദൈവം നോക്കിക്കൊള്ളും. മറ്റൊരു വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. റോമാലേഖനം 10:11 വാക്യം നമുക്ക് വായിക്കാം. റോമർ 10:11 വാക്യം. മതി. നമ്മുടെ വിഷയം എന്താണ്? നമ്മൾ ലജ്ജിച്ചു പോകരുത്. ഒന്നാമത് നമ്മൾ ചിന്തിച്ചെന്താണ്? ദൈവത്തിന്റെ പ്രമാണങ്ങളെ അനുസരിച്ച് അതിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ ആണെങ്കിൽ നമ്മൾ ലജ്ജിച്ച് പോകുകയില്ല. രണ്ടാമത്തെ കാര്യം, അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകില്ല. അപ്പൊ ലജ്ജിച്ചു പോകാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ കർത്താവിൽ കണ്ണും പൂട്ടി അങ്ങ് വിശ്വസിച്ചോളാം. എങ്ങനെ വിശ്വസിക്കണം? എങ്ങനെ വിശ്വസിക്കണം? കണ്ണും പൂട്ടി വിശ്വസിക്കണം. കണ്ണും പൂട്ടി വിശ്വസിക്കുന്ന പറഞ്ഞാൽ എന്താ? അവർ അന്ധവിശ്വാസികളാവണം. കർത്താവിനുള്ള ബന്ധത്തിൽ നമ്മൾ എന്തായിരിക്കണം? അന്ധവിശ്വാസികളായിരിക്കണം. ലാസർ മരിച്ചുപോയി. യേശുവിനോടും ശിഷ്യന്മാരോടും ലാസർ മരിച്ചുപോയി, ലാസർ ദീനമായി കിടക്കുന്നു, അവൻ വളരെ വലിയ രോഗാതുരനായി കിടക്കുന്നുവെന്ന് ദിവസങ്ങൾക്ക് മുൻപേ യേശുവിനോട് പറഞ്ഞാണ്. യേശു അവിടെ ചെന്നില്ല, അവന് സൗഖ്യമാക്കില്ല, അവന് വിടുവിച്ചില്ല. യേശു അവിടെ തന്നെ ഇരുന്നു. അങ്ങനെ രോഗിയായി തീർന്ന ലാസർ മരിച്ചു. മരിച്ച് 4 ദിവസമായി, കല്ലറയിലാക്കിയിട്ട് 4 ദിവസമായി. അപ്പൊ ചീഞ്ഞ് നാറാൻ തുടങ്ങി. അപ്പോൾ ഒരുത്തം വരികയാണ്. എപ്പോഴായിരുന്നു യേശു യഥാർത്ഥത്തിൽ വരേണ്ടത്? രോഗിയായി കിടക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ വന്നങ്ങ് സൗഖ്യമാക്കിയ പോലെ. പക്ഷെ അപ്പോഴൊന്നും വന്നില്ല. പക്ഷെ മരിച്ച് നാറ്റം വമിച്ചു തുടങ്ങിയപ്പോൾ 4-ാം ദിവസം യേശു വന്നു. യേശു എന്തിനാ ഈ 4-ാം ദിവസം വന്നത്? മരിച്ച് അന്ന് വരാൻ പാടില്ലേ? 2-ാം ദിവസം വരാൻ പാടില്ലേ? 3-ാം ദിവസം വരാൻ പാടില്ലേ? എന്താ 4-ാം ദിവസം വന്നത്? അറിയാവോ? യഹൂദന്മാരുടെ പ്രമാണപ്രകാരം അവർക്കൊരു ശക്തമായ പ്രമാണമുണ്ട്. ഒരു വ്യക്തി, ഒരു യഹൂദൻ മരിച്ചാൽ അവന്റെ ആത്മാവ് കല്ലറയ്ക്ക് ചുറ്റും 3 ദിവസം ചുറ്റിപ്പറ്റി നടക്കുന്നതാണ്. അപ്പൊ 3 ദിവസത്തിനുള്ളിൽ അവന് വീണ്ടും ജീവൻ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് ഇവർ ശക്തമായ അന്ധവിശ്വാസികളായിരുന്നു. ബൈബിളൊന്നും അങ്ങനെ പറയുന്നില്ല. അപ്പൊ യേശു 1, 2, 3 ദിവസത്തിൽ വന്ന് അവൻ ഉയർപ്പിച്ചിരുന്നെങ്കിൽ ഇവർ പറയും യേശുവിന്റെ ശക്തിയൊന്നും അല്ല, ആത്മാവ് അവന്റെ ശരീരത്തിലേക്ക് കയറിയതാണെന്ന്. അതുകൊണ്ടാണ് കർത്താവ് 4-ാം ദിവസം വന്നത്. വന്നപ്പോൾ കല്ലറയുടെ അടുക്കൽ വന്നപ്പോൾ മാർത്തയും മറിയയും കരയുന്നു, യഹൂദന്മാർ കരയുന്നു, എല്ലാവർക്കും ഭയങ്കര വിഷമം. യേശു അവരോട് എന്താ പറഞ്ഞത്? വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിന്റെ മഹത്വം കാണും. ഇഫ് യു ബിലീവ് യു വിൽ സീ ദ ഗ്ലോറി ഓഫ് ഗാഡ്. യേശു ഒറ്റ കാര്യം പറഞ്ഞത്, നിങ്ങൾ ലജ്ജിച്ചു പോകാതിരിക്കണമെങ്കിൽ, നിങ്ങളുടെ തലകൾ താഴ്ത്താതിരിക്കണമെങ്കിൽ, നിങ്ങൾ നാണം കെട്ട് പോകാതിരിക്കണമെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി. എന്നെ അങ്ങ് പൂർണ്ണമായി വിശ്വസിച്ചോ. യേശു ആകുന്ന എന്നെ അങ്ങ് വിശ്വസിച്ചോന്നേ. കണ്ണും പൂട്ടി അങ്ങ് വിശ്വസിച്ചോ.
നിങ്ങൾ എന്നെ വിശ്വസിക്കുകയാണെങ്കിൽ, എന്റെ ശക്തിയെ വിശ്വസിക്കുകയാണെങ്കിൽ, എന്റെ വചനത്തെ നിങ്ങൾ മുറുകെ പിടിച്ച് വിശ്വസിക്കുകയാണെങ്കിൽ, ഞാനൊരു കാര്യം ഉറപ്പിച്ചു പറയാം, നിങ്ങൾ ലജ്ജിച്ചു പോകുവാൻ ഞാൻ സമ്മതിക്കുകയില്ല. ഇന്ന് പകൽക്കാലം വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ നാമത്തെ, യേശുവിന്റെ വചനത്തെ നിങ്ങൾ കണ്ണും പൂട്ടി വിശ്വസിക്കുകയാണെങ്കിൽ, ഉറപ്പിച്ചു പറയട്ടെ, 100% ഉറപ്പിച്ചു പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ പിശാച് ലജ്ജിപ്പിക്കുവാൻ വേണ്ടി കടന്നു വരുമ്പോൾ ഈ കർത്താവ് മഹാവീരനായി നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. കർത്താവിന്റെ വചനം എന്താ പറയുന്നത്? ഞാൻ പ്രവർത്തിക്കും, ആര് തടുക്കുമെന്നാണ്. ഞാൻ പ്രവർത്തിക്കും, ആര് തടുക്കും? ഈ സഹോദരിമാരും യഹൂദന്മാരും എല്ലാവരും യേശു പറഞ്ഞതുപോലെ കണ്ണും പൂട്ടി അങ്ങ് വിശ്വസിച്ചു. പിന്നെ അവിടെ നടന്ന കാര്യമൊക്കെ നമുക്കറിയാം അല്ലേ? സ്തോത്രം. മരിച്ചു നാറ്റം പിടിച്ചു കിടന്ന ആ ലാസർ ജീവനുള്ളവനായി പുറത്തു വന്നു. ഓ പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ നാമത്തെ നമ്മൾ വിശ്വസിച്ചാൽ മരണത്തിന് പകരം അവിടെ ജീവൻ വ്യാപരിക്കും, രോഗത്തിന് പകരം അവിടെ സൗഖ്യം വ്യാപരിക്കും, അനാരോഗ്യത്തിന് പകരം അവിടെ ആരോഗ്യം വ്യാപരിക്കും, ദാരിദ്ര്യത്തിന് പകരം അവിടെ സമൃദ്ധി വ്യാപരിക്കും. ഇന്നും യേശു ജീവിക്കുന്നു, ഇന്നും യേശു ജീവിക്കുന്നു. നിങ്ങൾക്ക് വിടുതൽ കാണണമോ? നിങ്ങൾക്ക് യേശുവിന്റെ ശക്തി അനുഭവിച്ചറിയണമോ? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കണ്ണും പൂട്ടി യേശുവിനെ വിശ്വസിച്ചോ? യേശു എന്താ പറഞ്ഞത്? നിങ്ങൾ ദൈവത്തിൽ വിശ്വസിപ്പിന്, എന്നിലും വിശ്വസിക്കാൻ പറഞ്ഞു. വിശ്വസിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ, വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ട് പോയാൽ, വിശ്വസിച്ച് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, തടസ്സങ്ങൾ മാറ്റുന്ന, അനുഗ്രഹങ്ങൾ പകരുന്ന, സ്വർഗം തുറക്കുന്ന, ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുന്ന യേശുവിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരും. നമ്മൾ ലജ്ജിച്ചു പോകാതിരിക്കാൻ എന്ത് ചെയ്യണം? കർത്താവിൽ അങ്ങ് വിശ്വസിച്ചാൽ മതി. അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും, ആ ഒരുത്തനും എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ പേരങ്ങ് എഴുതി വെച്ചാൽ മതി. ബൈബിളൊന്നും എഴുതി വെക്കണ്ട, നമ്മുടെ മനസ്സിൽ അങ്ങ് എഴുതിയാൽ മതി. യേശുവിൽ വിശ്വസിക്കുന്ന ഞാൻ ലജ്ജിച്ചു പോകുകയില്ല. നമ്മുടെ പേര് വെച്ച് നമ്മൾ പറയാം, യേശുവിൽ വിശ്വസിക്കുന്ന ഞാൻ, എന്നെ നാണം കെടുത്തുവാൻ നോക്കുന്ന, എന്നെ ലജ്ജിപ്പിക്കുവാൻ നോക്കുന്ന, എന്റെ അന്തസ്സ് കളയിപ്പിക്കുവാൻ നോക്കുന്ന ദുഷ്ടന്റെ എല്ലാ പദ്ധതികളുടെയും മണ്ഡലങ്ങളിലും സാഹചര്യങ്ങളിലും ഞാൻ ഒരിക്കലും ലജ്ജിച്ചു പോകുവാൻ എന്റെ ദൈവം സമ്മതിക്കില്ല എന്ന് ധൈര്യത്തോടെ പറയുവാൻ കഴിയുമോ? യേശുവിൽ വിശ്വസിച്ചാൽ ഒരിക്കലും ലജ്ജിച്ചു പോകുവാൻ നമ്മളെ കർത്താവ് സമ്മതിക്കില്ല, സമ്മതിക്കില്ല. ഏറ്റെടുത്തോ, ഏറ്റെടുത്ത് വിശ്വസിച്ച് മുന്നോട്ട് പോയിക്കോ. മറ്റൊരു വാക്യം നമുക്ക് വായിക്കാം. സങ്കീർത്തനങ്ങൾ 25:3 വാക്യം. സങ്കീർത്തനങ്ങൾ 25:3 വാക്യം. ആരാ ലജ്ജിച്ചു പോണത്? അപ്പൊ നമ്മളൊക്കെ ഇങ്ങനെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കള്ളുകുടിയൊക്കെ മാറ്റി സിനിമ കാണലും സിനിമാ കോട്ടെ പോകുന്നൊക്കെ നിർത്തി 10 വയസ്സൊക്കെ സേവ് ചെയ്ത് വീടൊക്കെ നന്നായിട്ടൊന്ന് പുതുക്കി പണിത് ഒരു വണ്ടിയൊക്കെ വാങ്ങിച്ച് മക്കളൊക്കെ കെട്ടിച്ച് പോകുമ്പോൾ ഇതൊക്കെ സാധിക്കാവുന്ന നമ്മുടെ കുറെ അയൽവക്കക്കാർ, ബന്ധുക്കൾ, സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അവർക്ക് ഇത് കാണുമ്പോൾ അസൂയൻ. അവർ പറയും, US നിന്ന് നിങ്ങൾക്ക് എന്ത് വരുന്നുണ്ട്? ഡോളർ വരുന്നുണ്ട്. യൂറോപ്പിൽ നിന്ന് യൂറോയും വരുന്നുണ്ട്. ഞാൻ ഇന്നേ വരെ, എനിക്ക് ഒരാളും 35ഓളം വർഷമായി ഞാൻ വിശ്വാസത്തിൽ വന്നിട്ട് ഇന്നേ വരെ പാസ്റ്ററെ ഒരു കുറച്ച് ഡോളർ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ആരും തന്നിട്ടില്ല. ഇനി വല്ല അമേരിക്കയിൽ വല്ല പോകേണ്ട അവർ സ്വോത്രക്കാഴ്ചയായിട്ട് വല്ല തരുമായിരിക്കും എന്ന് ഓർക്കുന്നു. വെറുതെ ദ്രോഹിക്കുന്നവരാണ് ലജ്ജിച്ചു പോണെന്ന്. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, സ്നേഹത്തോട് പറയട്ടെ, നമുക്ക് എത്ര പാര പണിതാലും, നമ്മുടെ ശത്രുക്കൾ എത്ര പാര പണിതാലും, നമ്മൾ എത്ര ദോഷം ചെയ്താലും, നമ്മളെ തകർക്കാൻ നോക്കിയാലും തിരിച്ചങ്ങനെ ചെയ്യരുത്. നമ്മൾ തിരിച്ചവനെ ദ്രോഹിക്കാൻ ഒരിക്കലും ശ്രമിക്കരുത്. നമ്മൾ അവനെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചാൽ മതി. കാരണം നമ്മൾ ദ്രോഹിക്കാൻ ശ്രമിച്ചാൽ ദൈവം നമുക്കെതിരായി മാറും. അപ്പോൾ നമുക്കെന്ത് സംഭവിക്കും? ലജ്ജിച്ചു പോകാനുള്ള സന്ദർഭങ്ങൾ വരും. നമ്മൾ അതിന് ഇട കൊടുക്കരുത്. നമ്മളത് ദൈവകരങ്ങളിലേക്ക് കൊടുത്തിട്ട്, എൻ്റെ കർത്താവേ, ഞാൻ അങ്ങയെ, എന്നെയും അവനെയും അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു, ഞാൻ അങ്ങയുടെ വഴിയിൽ ജീവിക്കുന്നു എന്നൊരു തീരുമാനത്താൽ മതി. അപ്പോൾ നമ്മളെ ദൈവം രക്ഷിച്ചോളൂ. ഈ വാക്യത്തിൽ എന്താ പറയുന്നത്? ദൈവത്തെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകില്ല. അപ്പൊ നമ്മൾ ലജ്ജിച്ചു പോകാതിരിക്കണമെങ്കിൽ കർത്താവിനെ കാത്തിരിക്കണം. യേശുവിന്റെ ശിഷ്യന്മാർ, യേശുവിന്റെ അമ്മയും സഹോദരന്മാരെല്ലാം ഉണ്ട്, 120 പേരുള്ള സംഘം. അവരോട് കാത്തിരിക്കാൻ പറഞ്ഞു. എന്ത് കാത്തിരിക്കാൻ പറഞ്ഞു?
പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തത്തിനു വേണ്ടി കാത്തിരിക്കാൻ പറഞ്ഞു. പെന്തക്കോസ്തു നാൾ വരെ കാത്തിരിക്കാൻ പറഞ്ഞോ? അങ്ങനെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ പെന്തക്കോസ്തു നാൾ വരെ 10 ദിവസം കാത്തിരുന്നാൽ മതി, അപ്പോൾ ആ പെന്തക്കോസ്തു നാളിൽ ഞാൻ പരിശുദ്ധാത്മാവിന് തരും എന്ന് യേശു പറഞ്ഞില്ല. കാത്തിരിക്കാനാ പറഞ്ഞത്. ഈ പാവങ്ങള് യേശു പറഞ്ഞ വാക്കുകൾ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് അവർ സ്തോത്രത്തോടെ പ്രാർത്ഥനയോടെ കാത്തിരിക്കാൻ തുടങ്ങി. യേശു ക്രിസ്തുവിന്റെ സന്നിധിയിൽ നിന്ന് പരിശുദ്ധാത്മാവ് അവരുടെ ശരീരത്തിലേക്ക്, ജീവിതത്തിലേക്ക് വരുന്നത് വരെ, അത് എത്ര നാളാണെങ്കിൽ പോലും യേശുവിന്റെ ശിഷ്യന്മാരും ആ സംഘം മുഴുവനും കാത്തിരുന്നേനെ. നമ്മളോടാണ് പറഞ്ഞിരുന്നെങ്കിലോ, കർത്താവേ 10 ദിവസം ഇവിടെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഒരു പോട്ടി പോലും, പരിശുദ്ധാത്മാവിന്റെ ഒരു പോട്ടി പോലും കാണാനില്ല. നമ്മൾ പരിപാടിയൊക്കെ പൂട്ടി വെച്ച് അവസാനിപ്പിച്ച് നമ്മുടെ കാര്യമായിട്ടൊക്കെ പോയേനെ. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ 120 പേരുള്ള സംഘം അവർ കാത്തിരിക്കുകയാണ്, കാത്തിരിക്കുകയാണ്. സങ്കീർത്തനങ്ങളിൽ ഒരു വാക്യമുണ്ടല്ലോ, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. എന്നല്ല, കാത്തിരുന്നു. അത് തുടർമാനമായ പ്രവൃത്തിയാണ്. യഹോവ എങ്കലേക്ക് ചാഞ്ഞെന്റെ നിലവിളി കേട്ടു. അപ്പൊ നമ്മൾ കാത്തിരിക്കുമ്പോൾ ദൈവം നമ്മിലേക്ക് ചാഞ്ഞിറങ്ങി വരും. ഒരു മരം കാറ്റടിച്ച് അത് ഭൂമിയോട് ചാഞ്ഞു വരുന്നത് പോലെ ദൈവം തമ്പുരാൻ, നമ്മുടെ പ്രിയപ്പെട്ട കർത്താവ് കാത്തിരിക്കുന്നവന് വേണ്ടി ചാഞ്ഞിറങ്ങി വരും. അതാണ് ഇവിടെ വചനം പറയുന്നത്. നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകില്ല. ആ 120 പേരുള്ള സംഘം ലജ്ജിച്ചു പോകുവാൻ ദൈവം ഇടയാക്കിയില്ല. പെന്തക്കോസ്ത് നാളിൽ അതിശക്തിയോടെ പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം അവരുടെ മേൽ ഇറങ്ങി വന്ന് അതിൽ നിറഞ്ഞ് അവർ അന്യഭാഷകളിൽ ദൈവത്തെ ആരാധിച്ചു. ഇന്നും അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നാം ലജ്ജിച്ചു പോകാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കാത്തിരിക്കണം. കാത്തിരുന്നാൽ ലജ്ജിച്ചു പോകില്ല. ക്ഷമയോടെ കാത്തിരിക്കണം.